റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒന്നുകൂടി പറയുന്നു, എന്റെ സുഹൃത്തുക്കൾക്കും എന്റെ നഫ്സിനോടും നമ്മുടെ കൂടെയുള്ള ആലിമീങ്ങളായ പഠിക്കുന്ന മുതഅല്ലിമീങ്ങളായ മുഅല്ലിമീങ്ങളായ മുദർരിസുമാരായ ഖതീബുമാരായ ആളുകളൊക്കെ മനസ്സിലാക്കിയെടുക്കാനും മനസ്സിലായത് ഒന്ന് ഓർമ്മ പുതുക്കാനും വേണ്ടി മാത്രം, അഖ്വഫു മാ അഖാഫു അലാ ഉമ്മത്തി ഗൈറ ദജ്ജാൽ, മസീഹു ദജ്ജാൽ കഴിഞ്ഞാൽ എന്റെ ഉമ്മത്തിന് ഞാൻ പേടിക്കുന്നത് അല്ല ഇമ്മത്തുൽ മുദില്ലൂൻ, തിന്മ കാണിച്ചു കൊടുക്കുന്ന പണ്ഡിതന്മാരാണ് ഞാൻ പേടിക്കുന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവരുടെ ജീവിതം തിന്മയാണ്. അത് കണ്ടുകൊണ്ടാണ് ശിഷ്യന്മാർ വളരുന്നത്, അത് കണ്ടുകൊണ്ടാണ് സാധാരണക്കാർ വളരുന്നത്. ഇത് കാണുന്നത് ശരി തന്നെയാണല്ലോ, അതിൽ കുഴപ്പമില്ലല്ലോ, ആ ആലിമ് ചെയ്തിട്ടുണ്ടല്ലോ, ഈ ഉസ്താദ് ചെയ്തിട്ടുണ്ടല്ലോ. ആ രീതിയിൽ നന്മ പഠിപ്പിക്കേണ്ടതിന് പകരം തിന്മ ജീവിതത്തിന്റെ ഭാഗമാക്കുകയും അങ്ങനെ തിന്മയാൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്ന പണ്ഡിതന്മാരാണ് മസീഹ് ദജ്ജാൽ കഴിഞ്ഞാൽ എന്റെ ഉമ്മത്തിന് ഞാൻ ഗൗരവത്തോടെ താക്കീത് ചെയ്യുന്നതെന്ന് മഹാനായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹ്. കാരണം ഇത് പൊതുജനങ്ങളോട് മാത്രമല്ല ഇസ്ലാം അഭിസംബോധനം ചെയ്യുന്നത് ആലിമീങ്ങളോടുണ്ട്, ദുആത്തുകളോടുണ്ട്, പ്രബോധനം ചെയ്യുന്ന ആളുകളോടുണ്ട്, ആല് പറയുന്നവരോടുണ്ട്, എല്ലാവരോടും വലിയൊരു ഉത്തരവാദിത്വം. ഇൻഷാ അല്ലാഹ് വഴിയെ ഒരുപാട് ചരിത്ര സംഭവങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാനുണ്ട്. ആമുഖമായി ഹബീബായ നബി തങ്ങളുടെ വാക്കുകളിലും പരിശുദ്ധ ഖുർആനിലും വന്ന ഭാഗം നമ്മൾക്ക് ഒരൽപ്പം മനസ്സിലാക്കിയെടുക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. أعوذ بالله السميع العليم سورة التوبة يعني. أعوذ بالله السميع العليم من الشيطان الرجيم. التائبون العابدون الحامدون السائحون الراكعون الساجدون الآمرون بالمعروف والناهون عن المنكر والحافظون لحدود الله وبشر المؤمنين. പശ്ചാത്തപിക്കുന്നവർ, ഇബാദത്ത് ചെയ്യുന്നവർ, അല്ലാഹുവിനെ സ്മരിക്കുന്നവർ, അല്ലാഹുവിന്റെ മാർഗത്തിൽ ത്യാഗം ചെയ്യുന്നവർ, റുകൂഅ് ചെയ്യുന്നവർ, സുജൂദ് ചെയ്യുന്നവർ, നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുന്നവർ, അല്ലാഹുവിന്റെ നിയമങ്ങൾ പാലിക്കുന്ന ആളുകൾ, അവർക്ക് സന്തോഷവാർത്ത അറിയിച്ചു കൊടുക്കുക നബിയെ. അവർക്ക് സന്തുഷ്ടമായ ജീവിതമുണ്ട് ഇവിടെയും നാളെ പരലോകത്തിൽ. അല്ലാഹു നമുക്ക് ആ ഭാഗ്യം നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മുത്തനബിതങ്ങളോടാണ് അതുകൊണ്ട് വിശുദ്ധമായ ഖുർആൻ പറയുന്നത്, നബിയെ ഖുദിൽ അഫ്വ വഅ്മുർ ബിൽ ഉർഫ്, നബിയെ അങ്ങ് മാപ്പ് ചെയ്തു കൊടുക്കുകയും നന്മ കൽപ്പിക്കുകയും ചെയ്യണം. ഖുദിൽ അഫ്വ, കാരണം നന്മ കൽപ്പിക്കുമ്പോൾ ഉപദ്രവങ്ങൾ ഉണ്ടാകും. ഖുദിൽ അഫ്വ, മാപ്പ് ചെയ്തു കൊടുക്കുക, പൊരുത്തപ്പെട്ടു കൊടുക്കുക, എല്ലാവരും പൊരുത്തപ്പെട്ടു കൊടുക്കുക. ഖുദിൽ അഫ്വ, മാപ്പ് ചെയ്യൂ നബിയേ. വഅ്മുർ ബിൽ ഉർഫ്, നന്മ കൊണ്ട് കരുക്കണം നബിയേ. വഅഅ്രിദ് അനിൽ ജാഹിലീൻ, വിവരമില്ലാത്ത ആളുകൾ എന്തെങ്കിലും വിളിച്ചു പറഞ്ഞാൽ അതിനൊന്നും പ്രതികരിക്കേണ്ടതില്ല നബിയേ. വഅഅ്രിദ് അനിൽ ജാഹിലീൻ, വിവരദോഷികളോട് മറുപടി പറയല്ലേ നബിയേ. അങ്ങ് നന്മ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കണം. അല്ലാഹുവിന്റെ ആഹ്വാനം. ലുഖ്മാൻ അലൈഹിസ്സലാം നബിയാണെന്നോ അല്ലാഹുവിന്റെ വലിയാണെന്നോ അഭിപ്രായ വ്യത്യാസമുള്ള വിഷയം. മഹാനായ ലുഖ്മാൻ റളിയല്ലാഹു അൻഹു സ്വന്തം മോനോട് പറഞ്ഞു കൊടുക്കുന്ന വാക്ക് കേൾക്കണം. സ്വന്തം മക്കളോട്. നമ്മുടെ മക്കൾ സ്കൂളിൽ പോകുന്നില്ലേ, കോളേജിൽ പോകുന്നില്ലേ, നമ്മുടെ മക്കൾ അങ്ങാടികളിലൂടെ നടക്കുന്നില്ലേ, ഷോപ്പിംഗ് മാളിലൂടെ കറങ്ങുന്നില്ലേ? എന്താണ് നമ്മുടെ മക്കളോട് നമ്മൾ പറഞ്ഞു കൊടുക്കാറുള്ളത്? വല്ല ഉപദേശവും ഏതെങ്കിലും ഒരു വാപ്പ, ഒരു ഉമ്മ സ്വന്തം മോന് ഒരു ഉപദേശം കൊടുത്തിട്ടുണ്ടോ? ലുഖ്മാൻ അലൈഹിസ്സലാം സൂറത്ത് ലുഖ്മാനിലെ 17-ാമത്തെ ആയത്ത് അല്ലാഹു മാതാപിതാക്കളോട് പറയുന്ന ഒരു വലിയൊരു ആഹ്വാനമാണ്. എന്ത് നമ്മുടെ മക്കളോട് പറഞ്ഞു കൊടുക്കാം? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ ബുനയ്യ, കുഞ്ഞുമോനെ. യാ ബുനയ്യ, കുഞ്ഞുമോനെ. ഇബ്നി, എന്റെ മോനെ എന്നതിന് പകരം ബുനയ്യ തസ്ഗീറാണെന്ന് പറയും. സ്നേഹത്തോടെ വിളിക്കുമ്പോഴങ്ങനെ പറയും, എന്റെ കുഞ്ഞുമോനെ, ഇഷ്ടപ്പെട്ട മോനെ എന്നാണ് അതിന്റെ അർത്ഥം. യാ ബുനയ്യ, അങ്ങനെയാണ് വാപ്പ, ഒരു ഉമ്മ, ഒരു ഉപ്പ മക്കളോട് പറയേണ്ടത്. അങ്ങനെയാണ്. ഡോ ഡാ അങ്ങനെയല്ല, സ്നേഹത്തോടെ.
കുഞ്ഞുമോനെ, എന്റെ പ്രിയപ്പെട്ട മകനെ, എന്റെ ഉപ്പ സ്നേഹിക്കുന്ന മോനെ, അങ്ങനെ പറയണം. കാരണം മക്കൾ സ്നേഹത്തിന് വേണ്ടി ദാഹിക്കുന്നവരാണ്. ആ സ്നേഹം ഉമ്മയും വാപ്പയും കൊടുത്തിട്ടില്ലെങ്കിൽ അതവർ കാമുകാന്മാരിൽ നിന്ന് കൈപ്പറ്റാൻ ശ്രമിക്കും. അപ്പോഴാണ് ഒളിച്ചോട്ടൊക്കെ ഉണ്ടാവുന്നത്. സ്വന്തം മക്കൾക്ക് നമ്മൾ കൊടുക്കേണ്ടത് നമ്മൾ കൊടുക്കൂല. നമ്മൾ അവരോട് എപ്പോഴും ദേഷ്യപ്പെട്ട്, എപ്പോഴും ആക്രോശിച്ച്, എപ്പോഴും ചീത്ത പറഞ്ഞ്, അങ്ങനെയല്ല. സ്നേഹത്തോടെ യാ ബുനയ്യ അഖിമിസ് സ്വലാത വഅ്മുർ ബിൽ മഅറൂഫ് വൻഹ അനിൽ മുൻകർ വസ്ബിർ അലാ മാ അസ്വാബക ഇന്ന ദാലിക മിൻ അസ്മിൽ ഉമൂർ. യാ ബുനയ്യ, എന്റെ കുഞ്ഞുമോനെ, അഖിമിസ് സ്വലാത, നിസ്കാരം നിലനിർത്തണം മോനെ, നിസ്കാരം നിലനിർത്തണം മോനെ. എന്നും നിസ്കരിക്കുക, എപ്പോഴും നിസ്കാരം നിലനിർത്തുക. 5 നേരത്തെ ഫർള് നിർബന്ധമായും നഷ്ടപ്പെട്ടു പോവാതെ കൃത്യമായ സമയത്തിനെ നിർവഹിച്ചു കിട്ടണം മോനെ. മക്കളോട് ആദ്യം പറയേണ്ടത് അതാണ്. നീയും അല്ലാഹും തമ്മിലുള്ള ബന്ധം നീ ശരിയാക്കണം. ഇന്നലെ ഇങ്ങോട്ട് വരാൻ വേണ്ടി യാത്രയുടെ വിമാനത്തിൽ കയറിയിരിക്കുന്ന സമയം ഒരു ചെറുപ്പക്കാരൻ അദ്ദേഹത്തിന്റെ അനുഭവം പറയാൻ വേണ്ടി വിളിച്ചിട്ട് പറഞ്ഞു, ഉമ്മ ചെറുപ്പത്തിൽ അടുക്കളയുടെ ഡോറ് പൂട്ടിയിടാറുണ്ടായിരുന്നു, ചോറ് തരില്ല നിസ്കരിച്ചാലല്ലാതെ എന്ന് എന്റെ പ്രിയപ്പെട്ട ഉമ്മ പറയാറുണ്ടായിരുന്നു. ഉപ്പ നേരത്തെ മരിച്ചു, ഉമ്മയാണ് എന്നെ വളർത്തിയത് എന്ന് പറഞ്ഞ ചെറുപ്പം, അദ്ദേഹം തൃശ്ശൂർകാരനാണെന്ന് തോന്നുന്നു. അദ്ദേഹം പറയാ, ഉമ്മ വാതിൽ പൂട്ടിയിടും, നിനക്ക് ചോറില്ല, നിസ്കരിച്ചിട്ട് വാ, എന്നിട്ട് നിനക്ക് ഞാൻ ഭക്ഷണം തരാം. അങ്ങനെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഞാൻ നിസ്കരിച്ചിട്ടുണ്ട് ചെറുപ്പത്തിൽ ഒരുപാട്. എന്തിനായിരുന്നു ഇത്? എന്താണ് ഈ നിസ്കാരത്തിന്റെ മഹത്വം? ഞാൻ മണ്ണിൽ തലവെച്ചെന്റെ സുജൂദിൽ എന്റെ നെറ്റിവെച്ച് സുബ്ഹാന റബ്ബിയൽ അഅ്ലാ, ഉന്നതനായ അല്ലാഹുവേ, അല്ലാഹുവേ, നിന്റെ മഹോന്നതമായ നിന്റെ അസ്തിത്വം ഞാൻ വാഴ്ത്തുന്നു റബ്ബേ എന്നൊക്കെ പറയുമ്പോൾ എനിക്കറിയില്ലായിരുന്നു അതിന്റെ അർത്ഥം. പക്ഷേ ഉമ്മാക്ക് വേണ്ടി ചോറ് വയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? നിസ്കരിച്ചിട്ടുണ്ട്. എന്റെ ഉമ്മ അന്ന് ശീലിപ്പിച്ചതുകൊണ്ട് നിസ്കാരം മുടങ്ങിയിട്ടില്ല. സുബ്ഹാനല്ലാഹ്. ആ ഒരു മക്കളോട് ആദ്യം ശീലിപ്പിക്കേണ്ടത് അവരും അല്ലാഹുവും തമ്മിലുള്ള ബന്ധം ശരിയാവും. 5 നേരം വുദൂഎടുത്ത് നിസ്കരിക്കുന്ന ഒരു കുട്ടി ഇൻഷാ അല്ലാഹ് ഒരു ഗാംഗിലും ചെന്നപ്പെടൂല. കാരണം അവൻ 5 നേരം ശുദ്ധിയാവുന്നില്ലേ? 5 നേരം ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീമ സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ലൂബി അലൈഹിം വലല്ലാലീൻ. 17 തവണയാണ് ദുആ ചെയ്യുന്നത്. അല്ലാഹുവേ, എനിക്ക് സന്മാർഗം കാണിച്ചു തരണേ പടച്ചവനെ. നീ ഇഷ്ടപ്പെട്ടവരുടെ മാർഗത്തിലേക്ക്, നിന്റെ കോപം സമ്പാദിച്ചവരുടെ മാർഗമല്ല, വഴി പിഴച്ചുപോയവരുടെ മാർഗവുമല്ല, നീ ഇഷ്ടപ്പെട്ടവരുടെ മാർഗത്തിലേക്ക് എന്നെ വഴി നടത്തേണമേ എന്ന് 17 തവണ പ്രാർത്ഥിക്കുന്ന ഒരാളെ അല്ലാഹു എങ്ങനെയാണ് വഴിപഴിപ്പിക്കുന്നത്? എങ്ങനെയാണ് അവൻ വഴിതെറ്റിപ്പോകുന്നത്? അതുകൊണ്ട് നമ്മുടെ മക്കൾ ആദ്യം ചെയ്യേണ്ടത് നിസ്കാരമാണ്. വഅ്മുർ ബിൽ മഅറൂഫി വൻഹ അനിൽ മുൻകർ. സ്വന്തം മക്കളോട് നിങ്ങൾ തിന്മ ചെയ്യല്ലേ, നന്മ ചെയ്യണം എന്ന് പറയേണ്ട സ്ഥാനത്താണ്. വഅ്മുർ ബിൽ മഅറൂഫ്, മോനെ നീ നന്മ കൽപ്പിക്കേണ്ടവനാണ്. വൻഹ അനിൽ മുൻകർ, തിന്മ വിരോധിക്കേണ്ടവനാണ് മോനെ. ഇന്നത്തെ ഉമ്മത്തിന് നമ്മൾ ഇതാണ് പറഞ്ഞു കൊടുക്കേണ്ടത്. നമ്മുടെ മക്കൾ പഠിക്കുന്ന കോളേജുകളിലാണ് പ്രശ്നങ്ങളുള്ളത്. മുസ്ലിമീങ്ങളുടെ മക്കൾ പഠിക്കുന്ന എഞ്ചിനീയറിംഗ്, മെഡിസിൻ, മെഡിക്കൽ കോളേജുകളിലാണ് ഏറ്റവും കൂടുതൽ അരാജകത്വം കാണുന്നത്. പ്രൈവറ്റ് കോളേജുകളിൽ അല്ലാത്തിടത്തും മുസ്ലിമീങ്ങളുടെ പണക്കാരുടെ മക്കൾ, മുസ്ലിമീങ്ങളായ ആളുകളുടെ മക്കൾ കയറിയിറങ്ങുന്ന സ്ഥലങ്ങളിൽ പ്രശ്നമുണ്ട്. എന്തുകൊണ്ട്? നമ്മൾ അവിടെ ചെന്ന് ഫ്രീഡം ആസ്വദിക്കാൻ നമ്മുടെ മക്കൾ അവിടെ ചെന്ന് ഏതെങ്കിലും ഒരു പ്രസവനെ നന്നാക്കാൻ ഇതിനെ കൊണ്ട് കഴിഞ്ഞാൽ എത്ര മാറ്റമുണ്ടാകും ആ ക്യാമ്പസിൽ. നമ്മുടെ മോൻ ചെന്ന് കയറിയതിന്റെ ശേഷം ആ ക്ലാസ്സിലെ കുട്ടികൾ നന്നായി എന്ന് പറയുമ്പോ, നമ്മുടെ മോൻ ഹിജാബ് ധരിച്ചു ചെന്നപ്പോൾ എത്രയോ വഴിപെട്ട് ജീവിച്ചിരുന്ന പെൺകുട്ടികൾ നന്നായി എന്ന് കേൾക്കേണ്ടിടത്താണ് നമ്മുടെ മക്കൾ കാരണം വഴിപിഴച്ചു മറ്റു മക്കളെന്ന് കേൾക്കുന്നത്. സങ്കടകരമല്ലേ ഇത്? വിഷമമല്ലേ ഇത്? അതുകൊണ്ട് നന്മ ചെയ്യണം, തിന്മ ചെയ്യരുത് എന്ന ആ ഒരു ഉപദേശത്തിനും മുമ്പിൽ കടന്നുകൊണ്ടാണ് ലുഖ്മാൻ അലൈഹിസ്സലാം മോനോട് പറയുന്നത്, മോനെ നിങ്ങൾ നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യണം. നിന്റെ മോൻ
എവിടെയെങ്കിലും ചെന്നാൽ അവിടുത്തുകാർക്ക് നന്മ പറഞ്ഞു കൊടുക്കണം. ആരെങ്കിലും തിന്മ ചെയ്യുന്നുണ്ടെങ്കിൽ അവരോടത് ചെയ്യല്ലേ എന്നെന്റെ മോൻ പറയണം എന്ന് പറഞ്ഞാൽ ഈ മോൻ എന്തായാലും ആ തിന്മ ചെയ്യില്ലല്ലോ. സുബ്ഹാനല്ലാഹ്. ഏറ്റവും ഉയർന്ന ഹൈ ഓർഡർ തിങ്കിങ് മഹാനായ ലുഖ്മാൻ അലൈഹിസ്സലാമിന്റെ ഈ വാക്കുകളിൽ കാണും. നീ നന്മ ചെയ്യണം, തിന്മ ചെയ്യല്ലേ എന്ന് മാത്രമല്ല, നീ നന്മ ഉപദേശിക്കണം, തിന്മ വിരോധിക്കുകയും ചെയ്യണം. സുബ്ഹാനല്ലാഹ്. വസ്ബിർ അലാ മാ അസാബക വസ്ബിർ അലാ മാ അസാബക. എന്തെല്ലാം പ്രയാസങ്ങൾ നിനക്ക് വരുന്നുണ്ടോ മോനെ, നന്മ പറയാനും തിന്മ വിരോധിക്കാനും ചെന്നാൽ നിനക്ക് പ്രയാസങ്ങൾ വരും. അത് മോനങ്ങ് സഹിക്കണം. സഹിക്കണം. നമ്മളൊക്കെ സഹിക്കാം, എല്ലാവരും. ഞാൻ സഹിക്കാം. ചേകനൂരിന്ന് വിളിച്ചു, എന്നാലോട്ടെ, അള്ളാഹ് പുറത്തു കൊടുക്കട്ടെ എന്നാ ഞാൻ പറയാം. അൽഹംദുലില്ലാഹ്, അള്ളാഹു പുറത്തു കൊടുക്കട്ടെ, അള്ളാഹു പുറത്തു കൊടുക്കട്ടെ. ഇതൊക്കെ സംഘടന തലയിൽ കയറിയതുകൊണ്ട് തോന്നിയതാണ്. അതിന്റെ പുറത്തേക്കിറങ്ങിയവർക്ക് മനസ്സിലാവും എന്താണ് ഇതിൽ സത്യം അസത്യം എന്ന്. അതുകൊണ്ട് പുറത്തു കൊടുക്കട്ടെ എന്ന് നമ്മൾ ദുആ ചെയ്യുന്നു. പുറത്തു കൊടുക്കാം, മാപ്പ് ചെയ്തു കൊടുക്കുന്നു. ഞാൻ പുറത്തു കൊടുത്തു, ഓരോരുത്തരും പുറത്തു കൊടുക്കാം. തീർച്ചയായും നിങ്ങൾക്ക് എന്തെല്ലാം പ്രയാസങ്ങൾ വരുന്നുണ്ടോ നിങ്ങളത് ക്ഷമിക്കണമെന്ന് മഹാനായ ലുഖ്മാൻ അലൈഹിസ്സലാം നിങ്ങളത് ക്ഷമിക്കുക. എന്തുകൊണ്ട് പറഞ്ഞു? നന്മ വിരോധിക്കുകയും നന്മ പ്രചരിപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുന്ന സമയത്ത് ശത്രുക്കളുണ്ടാവുക സ്വാഭാവികമാണ്. അങ്ങനെയാണല്ലോ. ഇബ്ലീസ് ഉണ്ടാവൂല കൂടെ, മിനിമം ഇബ്ലീസ് ഉണ്ടാവും. കാരണം ഇബ്ലീസിന് നന്മ പ്രചരിക്കുന്നത് ഇഷ്ടമല്ല, ഇബ്ലീസിന് തിന്മ തടയപ്പെടുന്നതും ഇഷ്ടമല്ല. അതുകൊണ്ട് ഇബ്ലീസിന്റെ വലിയൊരു സംഘം ഇത്തരക്കാരുടെ കൂടെയുണ്ട്. അതുകൊണ്ട് നന്മ ഉപദേശിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് ശക്തമായ പ്രതിസന്ധികൾ തരണം ചെയ്യേണ്ടി വരും. മഹാനായ ലുഖ്മാൻ അലൈഹിസ്സലാം അതുകൊണ്ടാ പറയുന്നത്, വസ്ബിർ അലാ മാ അസ്വാബക. വിഷമങ്ങളൊക്കെ ഉണ്ടാവും, സങ്കടം വരും, നിങ്ങൾ എന്ത് ചെയ്യാ? അത് ക്ഷമിച്ചേക്കണം. ഇന്ന ദാലിക മിൻ അസ്മിൽ ഉമൂർ. അത് അങ്ങേയറ്റം ഇന്ന ദാലിക മിൻ അസ്മിൽ ഉമൂർ. അല്ലാഹു ഇഷ്ടപ്പെടുന്ന കരുത്തുറ്റ കാര്യമാണ് ക്ഷമിക്കുക എന്ന് പറയുന്നത്. സ്വന്തം മക്കളോട്, സ്വന്തം മോനോട് ലുഖ്മാൻ അലൈഹിസ്സലാം ചെയ്ത ഉപദേശമാണത്. ലുഖ്മാനുൽ ഹക്കീം തങ്ങളുടെ ഖബർ നമുക്ക് സിയാറത്ത് ചെയ്യാൻ അവസരം ഉണ്ടായിരുന്നു. ഈജിപ്തിലാണ്, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ അലക്സാൻഡ്രിയയിലാണ്, ഇസ്കന്ദരിയ. ലുഖ്മാൻ തങ്ങളുടെ ഖബറുണ്ട് അവിടെ. ഈ മഹാനുഭാവൻ ഈജിപ്തിലാണ് മഹാനവരുടെ അവസാന കാലമൊക്കെ ജീവിച്ചത്. ചരിത്രവും അങ്ങനെ തന്നെയാണ്. അടിമയായിരുന്നു, വലിയ ഹിക്മത്താണ്. അല്ലാഹു തത്വജ്ഞാനം നൽകി ആദരിച്ച മഹാനാണ്. അല്ലാഹു ആ മഹാനുഭാവന്റെ ഈ സാരോപദേശം നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മുടെ മക്കൾക്ക് പകർന്നു കൊടുക്കാനൊക്കെ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. സ്വല്ലു അലൻ നബി മുഹമ്മദിൻ വആലി. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. ഒരുപാട് സ്വലാത്ത് നമ്മുടെ ഹബീബിന്റെ ഹളറത്തിലേക്ക് എത്തും. അല്ലാഹു എത്തിച്ചു കൊടുക്കട്ടെ, അവിടുത്തെ അല്ലാഹു സന്തോഷിപ്പിക്കട്ടെ.